ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്ന് ജൂൺ മാസം 24-ാം തീയതി. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും ശുഭദിനാശംസകളും നേരുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നാം തിരഞ്ഞെടുത്തിരിക്കുന്നത് ആവർത്തന പുസ്തകം 18-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിലെ പുരോഹിതന്മാരുടെ അവകാശത്തെക്കുറിച്ചൊക്കെ പറയുന്നതായിരിക്കും അധ്യായമാണ്. യാഗങ്ങളൊക്കെ കഴിക്കുമ്പോൾ പുരോഹിതന്മാർക്ക് എന്താണ് കിട്ടേണ്ടത്, അവരുടെ അവകാശം എന്താണെന്നൊക്കെ പറയുന്നതാണ്. തുടങ്ങുന്നത് തന്നെ ലേവ്യരായ പുരോഹിതന്മാർക്ക് ലേവി ഗോത്രത്തിനും ഇസ്രായേലിനോടുകൂടെ ഓഹരി അവകാശം ഉണ്ടാകരുത്. യഹോവയുടെ ദഹനയാഗങ്ങളും അവൻ്റെ അവകാശവും കൊണ്ട് അവർ ഉപജീവനം കഴിക്കണമെന്നാണ്. അങ്ങനെയാണ്. വസ്തുക്കളിൽ അവർക്കില്ല. അവരുടെ ആടുമാടുകൾക്ക് മേയാനായിട്ട് കുറച്ച് സ്ഥലമല്ലാതെ കൃഷി ചെയ്യാനുള്ള സ്ഥലമൊന്നും അവർക്ക് കൊടുത്തിരുന്നില്ല. അതിന് പകരം അവർക്ക് അവകാശമായി കൊടുത്തിരുന്നത് യഹോവയുടെ യാഗങ്ങളാണ്. അപ്പോൾ ഭൂമിയുടെ അവകാശം ലഭിക്കാത്തവരാണ് പുരോഹിതന്മാർ. യഹോവയാണ് അവരുടെ ഓഹരി. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. യാഗശാലയിൽ നിന്നാണ് അവരുടെ ആഹാരം. ദൈവജനം വഴിപാടും യാഗവുമായി നൽകുന്നതിൻ്റെ ഒരു അംശം പുരോഹിതനുള്ളതാണ്. മുഴുവൻ ദഹിപ്പിച്ച് കളയേണ്ട ചില യാഗങ്ങൾ ഒഴികെ മറ്റെല്ലാ യാഗങ്ങളുടെയും ഒരംശം പുരോഹിതനുള്ളതാണ്. തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും ആഹാരമാണവ. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം പുരോഹിതനൊരു യാഗം കഴിച്ചാൽ കിട്ടേണ്ട അംശത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ആദ്യമൊക്കെ വളരെ അതിശയം തോന്നിയ ഒരു വാക്യമാണിത്, 3-ാമത്തെ വാക്യം. അതേപോലെ യഹോവ അവരോട് അരുളി ചെയ്തതുപോലെ അവൻ തന്നെ അവരുടെ അവകാശം, യഹോവ തന്നെ അവരുടെ അവകാശം. എന്നിട്ട് പറഞ്ഞു, ജനത്തിൽ നിന്ന് പുരോഹിതന്മാർക്ക് ചെല്ലേണ്ടുന്ന അവകാശം എന്തെന്നാൽ മാടിനെയോ ആടിനെയോ യാഗം കഴിക്കുന്നവൻ കൈക്കുറകും കവിൾ രണ്ടും ആമാശയും അവന് കൊടുക്കണം. 3 സാധനങ്ങളാണ്. ഒരു കാളയെ അറുത്താൽ അതിൻ്റെ കൈക്കുറക് അവനുള്ളതാണ്. അതുപോലെ കവിൾ രണ്ടും, 2 കവിളിൻ്റെ ഈ ഭാഗത്ത് മാംസമുണ്ട്, അത് രണ്ടും കൊടുക്കണം. പിന്നെ അവന് കൊടുക്കേണ്ടത് ആമാശയമാണ്. ആമാശയം, നമ്മൾ ബോട്ടി ഫ്രൈ എന്നൊക്കെ പറയും, കേട്ടിട്ടില്ലേ? ബോട്ടി ഫ്രൈ, ആമാശയം അത് അവനുള്ളതാണ്. ആടിൻ്റെയും മാടിൻ്റെയും ആമാശയമാണ്. ഈ ആമാശയം അങ്ങനെ ഭക്ഷണയോഗ്യമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്തൊന്നും ഇവിടെയെങ്കിലും ആരും മൃഗങ്ങളെ അറുത്താൽ അതിൻ്റെ ആമാശയം എടുക്കുകയില്ലായിരുന്നു. അതൊക്കെ കുഴിച്ചിടുക ചെയ്ത്. എന്നാൽ പിന്നെ പ്രായമായി കഴിഞ്ഞപ്പോൾ ഇത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി, ഈ സ്റ്റൊമക്ക്, ആടിൻ്റെ മൃഗത്തിൻ്റെ സ്റ്റൊമക്ക് എന്തിനാണ്, വയറെന്തിനാണ് എന്ന്. കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞപ്പോഴാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ബോട്ടി ഫ്രൈ പല തട്ടുകടകളിലും ഹോട്ടലുകളിലും ഒക്കെ ഒരു വിശിഷ്ട സ്വാദിഷ്ട ആഹാരമായിട്ട് അത് കിട്ടാനായിട്ട് തുടങ്ങി. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലായി അത് വളരെ പ്രയോജനമുള്ളതും വളരെ ഗുണമുള്ളതുമാണെന്ന്. കവിൾ നൽകുവാൻ കാരണമെന്ന് പറയുന്നത് ജന്തുക്കളുടെ ഇരു കവിളിലും മസിലുകൾ ഏറ്റവും കുറവുള്ളതായിരിക്കുന്ന ഭാഗമാണ്. അവിടെ ഉള്ള മാംസം വളരെ നല്ലതാണ്. കൈക്കുറകും അങ്ങനെ തന്നെയാണ്, നല്ല മാംസമുള്ള ഭാഗമാണ്. ദൈവം തൻ്റെ പുരോഹിതന്മാർക്ക് തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവർക്ക് നൽകിയിട്ടുള്ളത് ഞാൻ പറയും ദ ബെസ്റ്റാണെന്ന് പറയും. ദ ബെസ്റ്റ്, ഒരു യാഗത്തിലെ ഏറ്റവും ബെസ്റ്റ് ദൈവം അവർക്ക് നൽകി. ദൈവം അവരെ സംരക്ഷിക്കുന്ന ദൈവമാണ്. അവരുടെ ആവശ്യങ്ങൾ ദൈവം നടത്തുന്ന ദൈവമാണ്. അപ്പം ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ എത്ര നല്ലതാണ്. ദൈവത്തിൻ്റെ നന്മകൾ ഏറെ നന്ദിയോടെ അംഗീകരിക്കുകയും അത് സ്വീകരിക്കുകയും ചെയ്യേണ്ടവരാണ് നാം ചിന്തിക്കണം. ദൈവം നമുക്ക് തരുന്നത്, ദൈവത്തിൻ്റെ പുരോഹിതന്മാർ പഴയ നിയമകാലത്ത് അവർക്ക് വസ്തുവും ഒന്നും കൊടുത്തിരുന്നില്ല. അവർക്ക് ഈ യാഗങ്ങളുടെ ഭാഗത്ത് മാത്രമാണ്. പക്ഷേ ദൈവം കൊടുത്തപ്പോൾ ഇത് ബെസ്റ്റാണ് കൊടുത്തത്. ദൈവം കൊടുത്തപ്പോൾ ഇത് ബെസ്റ്റാണ് കൊടുത്തത്. വ്യത്യസ്ത ടേസ്റ്റുകളുള്ളതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായിരിക്കുന്ന ശരീരഭാഗങ്ങളാണ് ദൈവം അവർക്ക് കൽപ്പിച്ച് നൽകിയത്. അപ്പോൾ ഞാനതിൽ നിന്ന് പറയുന്നത്, ദൈവം നമ്മോട് കാണിക്കുന്ന കരുണയാണ്. ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തെ സേവിക്കുന്ന, കർത്താവിനെ സേവിക്കുന്ന കർത്താവിൻ്റെ മക്കൾക്ക് ദൈവം എപ്പോഴും നല്ലത് കൊടുക്കുന്നവരാണ്. നല്ലത് തന്നെ കൊടുക്കുന്നവരാണ്. അവരെ പട്ടിണി ഇടണമെന്നും അവർക്കൊന്നും കൊടുക്കാത്തവനും അല്ല ദൈവം. അങ്ങനെ ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. പക്ഷേ ഇത് കൊടുക്കേണ്ടത് ആരാണ്? ഇത് കൊടുക്കേണ്ടത് യാഗം കഴിക്കുന്ന ആളുകളാണ്. യാഗം കഴിക്കുന്ന ആളുകളാണ്. ദൈവദാസന്മാരുടെ ആവശ്യങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണ്? സുവിശേഷം പ്രസംഗിക്കുന്നവർ സുവിശേഷത്താൽ ജീവിക്കണമെന്നാണ്. അധ്വാനിക്കുന്ന കൃഷിക്കാരൻ വേണം ആദ്യഫലം അനുഭവിക്കാൻ, നല്ല കാര്യം തന്നെ. പക്ഷേ ദൈവത്തിന് കൊടുക്കാൻ മറക്കരുത്. ദൈവം ഒന്നും ഭക്ഷിക്കുന്നവരല്ല. ദൈവം യെശയ്യാപ്രവചനമൊക്കെ ചോദിച്ചു, ഞാൻ രക്തം കുടിക്കുമോ, ഞാൻ മേധസ് കഴിക്കുമോ? ഇല്ല, നീ രക്തവും മേധസ്സും കഴിക്കുകയില്ല. പിന്നെ ആർക്കാണ്? ദൈവത്തിൻ്റെ ദാസന്മാർക്ക് കൊടുക്കുന്നതാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൊടുക്കാനുള്ളതായിരിക്കുന്ന വീതം നമ്മൾ വിശ്വസ്തമായി കൊടുക്കുന്നു എന്ന് ഉറപ്പ് വരുത്തേണ്ടത് വളരെ ആവശ്യമാണ്. നമുക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ നാം ദൈവത്തിന് കൊടുക്കുന്ന നമ്മുടെ ഔദാര്യ ദാനങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. ഔദാര്യമായി കൊടുക്കുന്നവനെ ദൈവം ഔദാര്യമായി കൊടുക്കും.
അത് നിറച്ച് അമുക്കി കുലുക്കി ദൈവം കൊടുക്കുന്നവനാണ്. ദൈവം ആരുടെയും കടക്കാരനല്ല. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിന് കൊടുത്താൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ദൈവത്തിന് കൊടുത്തതിന് ബാക്കിയുള്ളത് നമുക്ക് വളരെ ധാരാളം മതി. അത് ദൈവം നമുക്കങ്ങനെ നൽകും. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ ദൈവം ഇസ്രായേൽ ശുശ്രൂഷ ചെയ്തതായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാർ, പുരോഹിതന്മാർക്ക് ന്യായമായ ഏറ്റവും അർഹമായി തന്നെ കൊടുത്തവരെ ആദരിച്ചിരുന്നു. നാമും അത് ചെയ്യണം. ദൈവം അവർക്കത് വച്ചപ്പോൾ പറഞ്ഞു, യാഗം കഴിക്കുന്നതായിരിക്കുന്ന ദൈവജനം അവർക്ക് കൊടുക്കേണ്ടതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് പറഞ്ഞത്. ദൈവജനം അവർക്ക് കൊടുക്കേണ്ടത് എന്തെന്നാലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്. അവനവരുടെ അവകാശമാണ്. യാഗം കഴിക്കുന്നവൻ കൈക്കുറകും കവിൾ രണ്ടും ആമാശയും കൊടുക്കണം. യാഗം കഴിക്കുന്നവൻ, അതെ, കൃഷി ചെയ്യുന്നവൻ കൊടുക്കണം, ജോലി ചെയ്യുന്നവൻ കൊടുക്കണം, ഉദ്യോഗസ്ഥൻ കൊടുക്കണം, നിലം വിതയ്ക്കുന്നവൻ കൊടുക്കണം, ബിസിനസ് ചെയ്യുന്നവൻ കൊടുക്കണം. കർത്താവിനെ സേവിക്കുന്നവർക്ക് കൊടുക്കേണ്ട ദൈവജനമാണ്. ദൈവജനത്തിന് കൊടുക്കുന്നത് ദൈവമാണ്. ആ മനോഹരമായിരിക്കുന്ന ക്രമീകരണം ദൈവം വെച്ചിട്ടുണ്ട്. അത് പാലിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മയും സഹായിക്കട്ടെ. അപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ധാരാളം ലഭിക്കുന്നതാണ്.